ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു ക്രിസ്മസിനായി നമ്മൾ ഒരുങ്ങുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. യെശയ്യാവ് 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയവും അസ്ഥിരതയും നിറഞ്ഞു നിന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് യെശയ്യാ പ്രവാചകൻ ആഹാസ് രാജാവിനോട് ഇടപെടുന്നത്. ദൈവത്തിൽ ശരണപ്പെടുന്നത് രാജാവിന് പ്രയാസമാണെങ്കിൽ അടയാളം കാട്ടിത്തരാൻ ചോദിച്ചുകൊള്ളുക എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ ദൈവത്തിൽ വിശ്വസിപ്പാനോ അനുസരിപ്പാനോ മനസ്സില്ലാഞ്ഞിട്ടും യഹോവയെ താൻ പരീക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് ആഹാസ് രാജാവ് ഒഴിയുകയാണ് ചെയ്തത്. അപ്പോഴാണ് അതുകൊണ്ട് എന്ന് തുടങ്ങുന്ന ഈ വാക്യം ദൈവത്തിൻ്റെ ന്യായവിധിയെ കുറിക്കുന്നത്. ദൈവം തന്നെ ഒരു അടയാളം കൊടുക്കുന്നു. രാജാവിൻ്റെ ആഗ്രഹപ്രകാരമല്ല, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു അടയാളം. ഈ ഭാഗത്ത് നിന്ന് 2 ചെറിയ ചിന്തകൾ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്തെ ചിന്ത, ദൈവകൃപ എല്ലാവർക്കുമുള്ളത്, അവനിൽ വിശ്വസിക്കാത്തവർക്കും കൂടെ. ഗോഡ്സ് ഗ്രേസ് ഈസ് ഫോർ എവ്രി വൺ, ഈവൻ ഫോർ ദോസ് ഹു ഡോണ്ട് ബിലീവ് ഇൻ ഹിം. ആഹാസ് രാജാവിനെ പോലെ ദൈവത്തിൽ വിശ്വാസം കുറവുള്ളവർക്കും കൂടെ ഉള്ളതാണ് ഈ ദൈവത്തിൻ്റെ വലിയ കൃപ. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മർത്തോമാക്കാർ, അവർ മറ്റ് സഭക്കാർ, നമ്മൾ ക്രിസ്ത്യാനികൾ, അവർ മറ്റ് ജാതിക്കാർ, ഇങ്ങനെ നമ്മളും അവരുമായി നമ്മൾ വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇങ്ങനൊരു വേർതിരിവ് മനോഭാവം നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു അവസരത്തിലാണ് ദൈവത്തിൻ്റെ പുത്രനായി ജനിച്ച യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഒരു മതസ്ഥാപനത്തിന് വേണ്ടി ഉണ്ടായിരുന്നതല്ല, മറിച്ച് തൻ്റെ പിതാവിനെ നമ്മൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയുള്ളതായിരുന്നു. ക്രിസ്തു തൻ്റെ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ ഈ ലോകത്ത് വന്നു. നഷ്ടപ്പെട്ടവരെ രക്ഷിക്കപ്പെടുവാനായി ഈ ലോകത്ത് വന്നു. ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാനായി ഈ ലോകത്ത് വന്നു. ഈ ദൈവരാജ്യത്തിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല. നമ്മൾ എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. ഇനിയും എപ്പോഴെങ്കിലും ഈ നമ്മൾ, അവർ എന്ന വേർതിരിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഈ സത്യത്തെ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ ചിന്ത, പ്രതികൂല സാഹചര്യങ്ങളിലും വാക്ക് പാലിക്കുന്ന കർത്താവ്. ഗോഡ് ഓൾവേസ് ഫുൾഫിൽസ് ഹിസ് പ്രോമിസസ് ഈവൻ വെൻ ഇറ്റ് സീംസ് ഇംപോസിബിൾ. എന്തായിരുന്നു ദൈവം തന്ന ആ വലിയ വാഗ്ദാനം, ആ വലിയ പ്രോമിസ്? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. മനുഷ്യനാൽ അസാധ്യമെന്ന് പറയാവുന്ന ഒരു അടയാളം, 700 വർഷത്തോളം സംഭവിക്കാതെ ഇരുന്ന ഒരു അടയാളം. ഇനിയും നടക്കാനുള്ള സാധ്യത മനുഷ്യബുദ്ധിയിൽ 0% മാത്രം നിൽക്കെ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറുവാനായി നമ്മുടെ രക്ഷയ്ക്കായി കന്യകയായ മറിയം ഗർഭം ധരിച്ച് ബേത്ലഹേമിൽ ഉണ്ണിയേശു ഭൂജാതനായി. ദൈവത്തിൻ്റെ എത്ര മഹത്തായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് യേശു കുഞ്ഞിൻ്റെ ജനനം. ദൈവം ചെയ്ത വാഗ്ദത്തം എത്ര താമസിച്ചാലും എത്ര തടസ്സങ്ങളുണ്ടായാലും അസാധ്യമായി തോന്നിയാലും നിവൃത്തിയാകും. ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അനേകം അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ നമ്മൾ ഒരിക്കൽ കരഞ്ഞ് പ്രാർത്ഥിച്ച നമ്മുടെ പ്രാർത്ഥനയുടെ പ്രതിഫലമാണ്. നമ്മുടെ ഈ നല്ല ജീവിതം, നമ്മുടെ ജീവിത പങ്കാളി, മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ നല്ല ജീവിതം, ആരോഗ്യം, ഒരു നല്ല ജോലി, രോഗശാന്തി, ഇങ്ങനെ എത്രയെത്ര നമ്മൾ പ്രാർത്ഥിച്ച് നേടിയിരിക്കുന്ന അനേകം അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ. നമ്മൾ പ്രാർത്ഥിച്ച് നേടിയ ഈ പല അനുഗ്രഹങ്ങളിലും നമ്മൾ ദൈവത്തിന് നന്ദി പറയാതെ പോയ കുറേ അനുഗ്രഹങ്ങളുണ്ട്. നമ്മൾ അനുഗ്രഹം ലഭിച്ചതിന് ശേഷം നന്ദി പറയുവാൻ മറന്നു പോയിരിക്കുന്നു. പക്ഷേ നമ്മുടെ പ്രാർത്ഥന നമ്മൾ മറന്നാലും മറക്കാത്ത ദൈവമുണ്ട്. ഒരിക്കൽ പ്രാർത്ഥിച്ച് കുറേ നാളുകൾക്ക് ശേഷവും അതിന് പ്രതിഫലമൊന്നും കിട്ടാതെ വരുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന പ്രാർത്ഥനയ്ക്ക് പോലും ഒരു നാൾ ഒരു ഉത്തരം ലഭിക്കും. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ മറക്കുന്നില്ല. നമ്മൾ വിട്ടുകളഞ്ഞാലും നമ്മുടെ ആവശ്യങ്ങൾ ദൈവം വിട്ടുകളയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ അവിടുന്ന് മതിയായവനാണ്. മനുഷ്യനാൽ സാധ്യമല്ല,
അസാധ്യം എന്ന് പറയുന്ന കാര്യങ്ങളിലും അത്ഭുതം പ്രവർത്തിക്കാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. നമ്മൾ വീണ്ടും ഒരു ക്രിസ്മസിനായി ഒരുങ്ങുകയാണ്. 700 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തൻ്റെ സൃഷ്ടിയെ മനുഷ്യനോട് ചെയ്ത വാഗ്ദാനത്തിൻ്റെ നിവൃത്തിയായി ക്രിസ്തുവിൻ്റെ ജനനത്തെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ കൃപ അത് ഒരു വേർതിരിവുമില്ലാതെ എല്ലാവർക്കും ഉള്ളതാണ് എന്ന് വിശ്വസിക്കാനും ദൈവം കാട്ടിത്തന്ന മാതൃകയിൽ എല്ലാവരെയും ഒരുപോലെ കാണാനും നമ്മുടെ സമസ്ത ആവശ്യങ്ങളും പ്രാർത്ഥിച്ച് ദൈവത്തിൽ അർപ്പിച്ച് അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച് നമുക്ക് ഈ ക്രിസ്മസിനായി ഒരുങ്ങാം. വിഷ് യു ഓൾ എ ജോയ്ഫുൾ ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.